5-10 മിനിറ്റ് വരെ ഇതൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. പച്ചമണം ഒന്ന് മാറി കിട്ടണമെന്നേ ഉള്ളൂ. ആ റോ സ്മെല്ലൊന്ന് മാറി വരണമെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊട്ടാറ്റോയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കൊറിയാണ്ടർ ലീവ്സും മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പൊട്ടാറ്റോ റൈസ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് റൈസ് ചൂടോടുകൂടി ഉണ്ട് കേട്ടോ. ഇനി ഈ ചൂടോടുകൂടി ഉള്ളപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ശകലം നെയ്യും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പൊട്ടാറ്റോ റൈസ് അത് അവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കാഷ്യൂ നട്ടും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കാഷ്യൂ നട്ടും കൂടെ ചേർത്ത് കൊടുത്താൽ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടെ, 1 ടീസ്പൂൺ നെയ്യും നമുക്കൊന്ന് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളിതാ 1 ടീസ്പൂൺ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റൈസ് നല്ല ചൂടുണ്ട്. ചൂടോട് കൂടി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ പൊട്ടാറ്റോ റൈസ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ പൊട്ടാറ്റോ റൈസ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായും അതേപോലെ തന്നെ കോളേജ് സ്റ്റുഡൻസിന് കോളേജിലേക്കും അതേപോലെ വർക്കേഴ്സിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഈസി ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ ഇത്. പൊട്ടാറ്റോ റൈസ് നമ്മളിതാ പൊട്ടാറ്റോ എല്ലാം എന്താ അവിടെ ഇതാ പൊട്ടാറ്റോ ആണ് ഇത് കേട്ടോ. ഈ കാണുന്നത് പൊട്ടാറ്റോ റൈസാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും കൂടെ പുറത്തേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ നല്ല ഈസി ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ. വർക്കേഴ്സിനായാലും കുഞ്ഞു മക്കൾക്ക് സ്കൂളിലേക്കായാലും അതേപോലെ കോളേജ് സ്റ്റുഡൻസിന് എല്ലാവർക്കും പുറത്തു പോകുമ്പോൾ ലഞ്ച് ബോക്സായി കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഈസി ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ കുറച്ച് മാത്രമേ പുതിന ലീവ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പുതിന ലീവ്സ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ ഒരല്പം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം. പുതിന ലീവ്സ് ഇല്ലാത്തവർ അത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് കാഷ്യൂ നട്ടും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ പൊട്ടാറ്റോ റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഞാനിവിടെ കാഷ്യൂ നട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, ഇട്ട് കൊടുത്തിട്ടില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട് കൂടെ ചേർത്ത് കൊടുത്താലും നമ്മുടെ ഈ പൊട്ടാറ്റോ റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതേപോലെ നമ്മുടെ ഈ റൈസിന് ബസുമതി റൈസ് തന്നെ വേണമെന്നില്ല കേട്ടോ. ബസുമതി അരി തന്നെ വേണമെന്നില്ല. നിങ്ങൾ വീട്ടിൽ സാധാരണ ചോറ് വയ്ക്കുന്ന അരി കൊണ്ട് ചോറുണ്ടാക്കിയിട്ട് അത് ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ. ഞാനിവിടെ ബസുമതി അരി യൂസ് ചെയ്തത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയും അതേപോലെ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയാണ് ഞാനിവിടെ ബസുമതി അരി കൊണ്ട് പൊട്ടാറ്റോ റൈസ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ബസുമതി അരി ഇല്ലാത്തവർ നമ്മളിവിടെ സാധാരണ ചോറ് വയ്ക്കുന്ന അരി ഒന്ന് ചോറ് വയ്ക്കുന്ന അരി ഒന്ന് ചോറാക്കി എടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്താലും നമ്മുടെ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ പൊട്ടാറ്റോ റൈസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തെങ്കിലും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ. അതേപോലെ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവുമാണ് ഞങ്ങളുടെ സ്ട്രെങ്ത്, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സ്ട്രെങ്ത്. അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ലിങ്ക് അയച്ചു കൊടുത്തിട്ട്
ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി പറയാം കേട്ടോ. ഇതുവരെ നിങ്ങൾ എല്ലാവരും തന്നെ, നിങ്ങൾ കൂട്ടുകാരെല്ലാവരും തന്നെ, പ്രിയപ്പെട്ടവരെല്ലാവരും തന്നെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ഈ പൊട്ടാറ്റോ റൈസ്, ഞങ്ങളുടെ ഇന്നത്തെ ഈ റെസിപ്പി, ഫ്രൈഡേ റെസിപ്പി, ലഞ്ച് ബോക്സ് റെസിപ്പി, പൊട്ടാറ്റോ റൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ പൊട്ടാറ്റോ റൈസിൻ്റെ കൂടെ മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിട്ടത് ഈ പൊട്ടാറ്റോ റൈസും ഓണിയൻ കേർഡ് സാലാഡുമാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ പൊട്ടാറ്റോ റൈസിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് സാധാരണ നമ്മൾ തൈരും മാത്രം, അതായത് കേട് മാത്രം കൊണ്ടുപോയാലും മതിയാവും. സാലഡ് തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിന് സൈഡ് ഡിഷായിട്ട് കൊണ്ടുപോകാം. ഇനിയിപ്പോൾ സൈഡ് ഡിഷ് വേണമെന്നും നിർബന്ധമൊന്നുമില്ല. ഈ റൈസ് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും പെട്ടെന്ന് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.